പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ദേവാലയം ശുദ്ധീകരിക്കുന്ന ഈശോയാണെന്ന് നമ്മൾ കണ്ടുമുട്ടുന്നത്. ദൈവത്തിന്റെ ഭവനം അത് പ്രാർത്ഥന ആലയമാണെന്നുള്ള തികഞ്ഞ ബോധ്യം ഈശോമിശിഹായിക്കുള്ളത് കൊണ്ട് തന്നെ അവിടെ ക്രയവിക്രയം നടത്തിയിരുന്നവരെ പുറത്താക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ദേവാലയം കർത്താവിന്റെ ഭവനമാണെന്നുള്ള ഒരു ബോധ്യം നമുക്ക് വേണം. രണ്ടു തരത്തിലുള്ള ദേവാലയങ്ങൾ, ഒന്ന് മനുഷ്യനിർമ്മിതമായ നമ്മൾ അധ്വാനിച്ച് നിർമ്മിക്കുന്ന നമ്മുടെ ദേവാലയങ്ങൾ, ഇടവക ദേവാലയങ്ങൾ. ഈ ദേവാലയത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുവാൻ, ദേവാലയത്തിൽ വളരെയേറെ പരിശുദ്ധമായി ദേവാലയത്തെ കണ്ടുകൊണ്ട് ദേവാലയത്തിൽ ദൈവഭവനത്തിലായിരിക്കുവാൻ, നമ്മുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം യാത്ര പറഞ്ഞ് നമ്മൾ ദേവാലയത്തോട് യാത്ര പറഞ്ഞാണ് ജീവിതത്തിന്റെ അവസാനം. അപ്പോൾ ഈ ദേവാലയത്തെ വിശുദ്ധമായി സംരക്ഷിക്കുവാൻ ഉള്ള ഒരു വലിയ കൃപ നമുക്ക് ആവശ്യമാണ്. രണ്ടാമതായി, നമ്മുടെ ശരീരമാകുന്ന ദേവാലയം, നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശരീരത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ശരീര വിശുദ്ധിക്കെതിരായ പാപങ്ങൾ ഒത്തിരിയേറെ ഉള്ള, പ്രത്യേകിച്ച് അത് വളരെ കൂടുതലായി നിലനിൽക്കുന്ന ഈ കാലയളവിൽ ശരീരത്തിന്റെ ദാഹങ്ങളെ ശമിപ്പിക്കുവാൻ വേണ്ടി മനുഷ്യരിങ്ങനെ നെട്ടോട്ടമോടുന്ന ഈ കാലയളവിൽ എന്റെ ശരീരമാകുന്ന ദേവാലയത്തിന്റെ പരിശുദ്ധി കൂടി കാത്തു സൂക്ഷിക്കണമെന്ന് ഈ വചനം നമ്മ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. നമ്മൾ നിർമ്മിച്ച പ്രാർത്ഥനയ്ക്കായി നമ്മൾ ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ ഭവനമായ ദേവാലയം, ഈ ദേവാലയത്തിന്റെ പരിശുദ്ധി, അതോടൊപ്പം തന്നെ എന്റെ ശരീരമാകുന്ന ദേവാലയം, ശരീരത്തിന്റെ പരിശുദ്ധിക്കെതിരായ പാപങ്ങളൊന്നും ചെയ്യാതെ ശരീരമാകുന്ന ദേവാലയത്തെ കൂടി സംരക്ഷിക്കുവാനും വിശുദ്ധീകരിക്കുവാനും വിശുദ്ധമായി കാത്തു സംരക്ഷിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. നിൻ വഴിയേ നടക്ക